ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്ഥാപനം ഇനിയും നല്ല ഉയരത്തിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Your valuable information. Next up, Abida Mansoor, Councillor, Valanchery Municipality. Madam, please. അസ്സലാമു അലൈക്കും. വേദിയിലും അതുപോലെ സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്കറിയാം അവരൊക്കെ ഡ്രസ്സ് ചെയ്ത് വളരെ വർണ്ണാഭമായി നമ്മുടെ മുന്നിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അവരുടെ പരിപാടി കാണാനാണ് എത്തിയിട്ടുള്ളത്. എങ്കിലും ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുക എന്നുള്ളത് വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ എൻ്റെ ഒരു കർത്തവ്യമാണ്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഒരുപാട് അവാർഡുകൾ കൊടുത്ത്, നമുക്കറിയാം നമ്മളെ മക്കളെ നമ്മളേറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുക്കണം എന്ന ഒരാശയത്തോടു കൂടിയാണ് ഇതുപോലുള്ള സ്കൂളുകളിൽ നമ്മൾ ചേർത്തിട്ടുണ്ടാവുക. ഇൻഷാ അല്ലാഹ് കുഞ്ഞുങ്ങളെല്ലാവരും നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും കലാപരമായും കായികപരമായും നല്ല രീതിയിൽ ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. Thank you, madam. Next up, Sadanandan Koteri, Councillor, Valanchery Municipality. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ വാർഷിക സമ്മേളനത്തിൻ്റെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മുസ്തഫ, അതുപോലെ തന്നെ ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമുക്കേവർക്കും പ്രിയപ്പെട്ട കോട്ടക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സബാദ്, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ് കമ്മിറ്റി സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സ്കൂൾ ജീവനക്കാരെ, നമുക്കറിയാം മൗണ്ട് ഹിറ സ്കൂൾ കഴിഞ്ഞ 13 വർഷമായി വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും പ്രാപ്തമാക്കി എടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഈ മൗണ്ട് ഹിറ സ്കൂളിനെ, അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ സമാധാനവും ഐക്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് നല്ലൊരു ഭാവി സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അതിന് പ്രാപ്തമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന് എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Next up, Hasna Yahya, writer and media person. പ്രിയമുള്ളവരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന മൗണ്ട് ഹിറയിലെ കുട്ടികളെ, രക്ഷിതാക്കളെ, ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എമിനൻസ് എന്നാണ് ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ പേര്. ആണോ? യെസ്. എമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രേഷ്ഠത അല്ലേ? വളരെ ശ്രേഷ്ഠമായ ഉന്നതിയിലിരിക്കുന്ന കാര്യങ്ങളെയാണ് എമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെലിബ്രേഷൻസും, ഇന്നിവിടെ നടക്കാൻ പോകുന്ന ആനുവൽ ഡേ, അത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സെലിബ്രേഷൻ, ഇറ്റ് ഈസ് റിഫ്ലക്ഷൻ ഓഫ് അവർ ജേണി. നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ യാത്രയുടെ ഒരു റിഫ്ലക്ഷനാണ് ഓരോ ആഘോഷങ്ങളും ഓരോ ആനുവൽ ഡേയും. ഇതിൽ നിന്നൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് നേടിക്കൊടുക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായത്. എഡ്യൂക്കേഷൻ്റെ കൂടെ, നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ സംസ്കാരമുള്ള
ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആനുവൽ ഡേകൾ നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ കുട്ടികളുടെ ഒരു ജേണി ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ജേണി എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ കുട്ടികളെല്ലാം ഓരോ എമിനൻ്റ് ആകണം, ഓരോ പ്രമുഖ വ്യക്തികളാകണം. നൗ സ്റ്റാർട്ട്സ് ഫ്രം അവർ ജേണി ടു ബിക്കം എ എമിനൻ്റ്. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ആശംസകളും ഇന്ന് ഈ പ്രോഗ്രാമിന് നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, madam. Next up, we are incredibly privileged to have a special guest with us today. Someone who has touched the hearts with her melodious voice and vibrant personality, Miss Asma Salim. Madam, please. അവാർഡ് കൊടുക്കട്ടെ, ക്ലാസ് ടോപ്പേഴ്സിന് അവാർഡ് കൊടുത്ത് എന്നെ വിളിക്കാം. നിങ്ങളടുത്ത് സാധാരണ കൂട്ടിയിരിക്കുന്നുണ്ടോ? ആ ഒരു പോരായിരിക്കല്ല.